പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 117ാമത്തെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ആചാര്യനെ കടന്നു വന്നിട്ടുള്ളത് സിസ്റ്റർ ജിലു ജോഫിനാണ്. പ്രിയ സിസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്റർ കടന്നു വന്നിട്ടുള്ളത് ജിദ്ദയിൽ നിന്നുമാണ്. ജിദ്ദയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ആയതിനു വേണ്ടി പ്രിയ സിസ്റ്റർ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ സിസ്റ്റർ ജിലു ജോഫിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ 117ാമത്തെ ഈ മീറ്റിംഗില് ആദ്യമായിട്ട് കയറുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചു. മുൻപ് ഞാൻ നമ്മുടെ സിജി ആന്റി ലിങ്ക് തന്ന, അങ്ങനെ സൂസൻ ആന്റി വഴിയാണ് പരിചയപ്പെട്ട് സിജി ആന്റി ലിങ്ക് തന്ന അതിൽ കയറുവാനിടയായത്. പക്ഷേ അതിന്റെ ശേഷം രണ്ടാമത്തെ ആരാധനയ്ക്ക് ഇതിലൊരു ഭാഗവാക്കാകുവാൻ കർത്താവ് അവിടുന്ന് എടുത്ത വലിയ കൃപയ്ക്ക് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ പാടി ആരാധിക്കാം. നമ്മളെ അതിശയകരമായിട്ട് ഓരോ ദിവസവും കർത്താവ് ഓരോ നിമിഷവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നനയ്ക്കുന്നതിലും എല്ലാം അത്യന്തപരമായിട്ടാണ് ദൈവം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു മീറ്റിംഗിൽ കയറേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല. 27ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞതും സ്നാനപ്പെട്ടതും എല്ലാം ആ ഒരു സമയത്തായിരുന്നു. അതുവരെയും ഞാന് CSI ചർച്ചിലെ ആരാധനയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിലെ കൊയർ യൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവിനെ ശരിക്ക് അറിയുവാനും അതിലേക്ക് കുടുംബമായിട്ട് ഇറങ്ങുവാനും എല്ലാം കഴിഞ്ഞത് ഈ 3 വർഷത്തിന് മുമ്പ് 3-4 വർഷത്തിന് മുമ്പ് മാത്രമാണ്. അതിൽ നിന്ന് ആദ്യമായിട്ടാണ് എനിക്ക് എന്റെ സഭയിലൊക്കെ നിങ്ങൾ ആരാധനയ്ക്ക് വർഷിപ്പ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, കർത്താവ് എനിക്കും അവിടെ നിന്ന് അതുപോലൊന്ന് ആരാധിക്കണം, അല്ലെ ആ സ്റ്റേജിൽ നിന്നൊന്ന് പാടണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷെ എന്റെ ആദ്യത്തെ സ്റ്റേജ് ഞാൻ ഇപ്പൊ ജിദ്ദയിൽ പോകുന്ന ചർച്ചിലായിരുന്നു. എന്നെ കേട്ടിരുന്ന ഒത്തിരി വിശ്വാസികൾ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് സൂസൻ ആന്റി എന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത്. എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: കൊയ്ത്ത് അധികമുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന്. അതെ, വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. അതിൽ നിന്ന് ഒരു ഭാഗമാകുവാൻ കർത്താവ് എന്നെ അവിടെ നിന്ന് സഹായിച്ചു. ആ വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കേട്ടവരുണ്ട്. അവരെ എല്ലാം ബലപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചെറിയ ഗാനം ആദ്യമായി ആലപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആർപ്പിന്നാദമുയരുന്നീതാ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ആർപ്പിന്നാദമുയരുന്നീതാ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. പോയിടാം വൻ കൊയ്ത്തിനായി വീണഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻ കൊയ്ത്തിനായി വീണഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ദിനവും നിത്യ നരകത്തിലേക്കൊഴുകുന്നു ആയിരങ്ങൾ, മനുവേൽ തൻ മകൾ സ്നേഹം അറിയാതെ നശിച്ചിടുന്നു. ദിനവും നിത്യ നരകത്തിലേക്കൊഴുകുന്നു ആയിരങ്ങൾ, മനുവേൽ തൻ മകൾ സ്നേഹം അറിയാതെ നശിച്ചിടുന്നു. പോയിടാം വൻ കൊയ്ത്തിനായി വീണഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെ
വിലയേറും ആത്മാവിനെ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ ഇരുളേറും പാരിടത്തിൽ ഇല്ലിനി നാളധികം ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ ഇരുളേറുന്ന പാരിടത്തിൽ ഇല്ലിനി നാളധികം ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ ആരെ ഞാൻ അയക്കേണ്ടു ആരിനി പോയിടും ആരുമനാഥാനിമ്പസ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ ആരെ ഞാൻ അയക്കേണ്ടു ആരിനി പോയിടും ആരുമനാഥാനിമ്പസ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ ഒരു നാളിൽ നിൻ സന്നിധിയിൽ വരുമേ അന്നടിയാൻ ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ ഒരു നാളിൽ നിൻ സന്നിധിയിൽ വരുമേ അന്നടിയാൻ ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ ആമേൻ സ്തോത്രം ഇതിലെന്തിനും ഏത് കാര്യത്തിനും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ് തനിയെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് കർത്താവിന്റെ വചനം പറയുന്നു ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ല എങ്കിൽ അവൻ ജീവകിരീടം പ്രാപിക്കുകയില്ല എന്നും വചനം ശക്തമായിട്ട് പറയുന്നു അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി നിൽപ്പാൻ മറ്റെന്തിനേക്കാളും കർത്താവിന്റെ കൃപയാണ് ആവശ്യം ആ ഒരു കൃപ എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പാടി ആരാധിക്കാം അടുത്ത സോങ് നാഥ നിൻ കൃപ മാത്രം എന്നുള്ളൊരു സോങ് ആണ് നാഥ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം നാഥ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം നീ മാത്രമെൻ തണലും
നീ മതി എന്നേശുവേ, നീ മാത്രമൻ തണലെന്നും, നീ മതി എന്നേശുവേ. നന്ദിയോടെ ഞാൻ വരുന്നു നല്ലവനാമേശുവേ, നന്ദിയോടെ ഞാൻ വരുന്നു നല്ലവനാമേശുവേ. നന്മയെല്ലാം ഓർത്തിടുന്നു, നന്ദി നന്ദി എന്നാഥാ. നന്മയെല്ലാം ഓർത്തിടുന്നു, നന്ദി നന്ദി എന്നാഥാ. വിശുദ്ധരുന്നായി കൂടി വീണ്ടെടുപ്പിൻ ഗാനം പാടി, വിശുദ്ധരുന്നായി കൂടി വീണ്ടെടുപ്പിൻ ഗാനം പാടി. ആദിനമാസന്നമായി പ്രത്യാശയിൻ തീരെ ചേരും, ആദിനമാസന്നമാകും പ്രത്യാശയിൻ തീരെ ചേരും. നാഥാനിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാനിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമൻ തണലെന്നും, നീ മതി എന്നേശുവേ, നീ മാത്രമൻ തണലെന്നും, നീ മതി എന്നേശുവേ. കൺകൾ കൊതിക്കുന്നു നാഥാ, എന്നു നീ വന്നിടൂ പ്രിയ. കൺകൾ കൊതിക്കുന്നു നാഥാ, എന്നു നീ വന്നിടും പ്രിയ. ആശയതേറുന്നു നാഥാ, കാണുവൻ പ്രത്യാശനാൻ. ആശയതേറുന്നു നാഥാ, കാണുവൻ പ്രത്യാശനാൻ. നാഥാനിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാനിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമൻ തണലെന്നും, നീ മതി എന്നേശുവേ, നീ മാത്രമൻ തണലെന്നും, നീ മതി എന്നേശുവേ. ആമേൻ, സ്തോത്രം. എനിക്ക് നല്ലവണ്ണം കർത്താവിന്റെ ആ സ്നേഹം ഈ പാട്ട് പാടിയപ്പോൾ നല്ലവണ്ണം അനുഭവിക്കാൻ വേണ്ടി പറ്റി. എനിക്ക് തോന്നിയില്ല, ഞാൻ ഓർത്തില്ല ഇതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന്. പക്ഷെ കർത്താവിനെ സഹായിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 27-ാമത്തെ വയസ്സിലാണ് എന്റെ കർത്താവിനെ അറിഞ്ഞതെന്ന്. അതിനു മുമ്പ് പല സമയത്തും ഞാൻ ഈ ജീവിതം വെറുത്ത സമയങ്ങളുണ്ട്. കാരണം ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ച സമയത്ത് കർത്താവ് അവിടെ തന്നെ തുടങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അതിനുശേഷമാണ് 27 വർഷം ഞാൻ ജീവിച്ചത് എന്തിനായി ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു 1-2 മാസത്തെ കറക്ഷന് ശേഷം
കർത്താവിന് വേണ്ടി എന്നെ ഉപയോഗിച്ചു. ഫിലോമിന് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ അല്പകാലത്തേക്ക് വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്കും ലഭിക്കേണ്ടതിനായിരിക്കുമെന്നും. അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെ ജീവിതം. അപ്പൊ പലപ്പോഴൊക്കെയും നമ്മുടെ സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ അന്നൊന്നും അതിന്റെ അർത്ഥം മനസ്സിലായില്ലേലും ഇതൊക്കെ രുചിച്ച് അനുഭവിച്ചറിയുന്ന സമയത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ അതിനെന്തുമാത്രം അർത്ഥം ഉണ്ട് എന്നുള്ള കാര്യം ആ ഒരു സമയങ്ങളിലാണ് മനസ്സിലായത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് അടുത്തതായിട്ട് പാടുവാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേ നം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേ നം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ലോകത്തിൻമോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻമോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാൻ. എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാൻ. വന്നു വിളിച്ചിടുമ്പോളം വാസിച്ചിടും ഞാൻ, വന്നു വിളിച്ചിടുമ്പോളങ്ങു വാസിച്ചിടും ഞാൻ. ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും, ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും. സഹോദരങ്ങളെക്കാളും എല്ലാം അധികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ എപ്പോഴും ആയിരിക്കുക. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട്. ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കുന്ന നല്ലൊരു അപ്പച്ചനുണ്ട് നമുക്ക്. ഏത് പ്രയാസത്തിലും ഏത് ബുദ്ധിമുട്ടിലും കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും നന്ദിയോടെ സ്തുതിക്കാം. ആ കർത്താവിന്റെ പാദപീഠത്തിങ്കിലായിരിക്കാം.
എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് സിജി ചേച്ചി, ഡെന്നി ബ്രദർ, ഞാൻ അമ്മയെ പോലെ കാണുന്ന എന്റെ സൂസൻ ആന്റി, എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കാം. വചനം പറയുന്ന അഭിഷക്തിനെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദൈവം അവിടുന്ന് സംസാരിക്കട്ടെ. ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ